രാജ്യതലസ്ഥാനത്ത് ഭാരതീയ സംസ്കൃതിയുടെയും മൂല്യങ്ങളുടെയും ചൈതന്യം പകർന്നു നൽകുന്ന ബാലഗോകുലം ഡൽഹി NCR ഘടകം 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. കൃഷ്ണാർപ്പണം എന്ന പേരിൽ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് ഡൽഹിയിലെ ത്യാഗരാജ് ഇൻഡോർ സ്റ്റേഡിയം വേദിയാകും. അറിവും ആചാരവും ഒത്തുചേരുന്ന കാൽനൂറ്റാണ്ടിന്റെ സഫലമായ യാത്ര. അരനൂറ്റാണ്ടിന് മുൻപ് തുടക്കം കുറിച്ച ബാലഗോകുലം ഡൽഹിയിൽ അതിന്റെ ജൈത്രയാത്ര ആരംഭിച്ചിട്ട് 25 വർഷം തികയുന്നു. ഈ ചരിത്ര നിമിഷത്തെ ധന്യമാക്കാൻ ഡൽഹിയിലെ ത്യാഗരാജ് ഇൻഡോർ സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. 52 യൂണിറ്റുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഡൽഹി ബാലഗോകുലത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നതാകും ഈ സംഗമം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കും. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ശ്രീപദ് നായിക് എന്നിവർക്കൊപ്പം O രാജഗോപാൽ, PT ഉഷ, V മുരളീധരൻ തുടങ്ങിയ പ്രമുഖരും ഈ സായന്തനത്തെ ധന്യമാക്കാനെത്തും. വിളക്ക് കൊളുത്തിലൂടെ ആരംഭിച്ച് ജ്ഞാനപ്പാനയുടെയും ഗീതാപാരായണത്തിന്റെയും വിശുദ്ധിയിലൂടെ കടന്ന മെഗാ കൾച്ചറൽ ഷോയിൽ പരിപാടികൾ സമാപിക്കും. ബാലഗോകുലത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള 1000-ലധികം കുട്ടികളും കലാകാരന്മാരും ഈ വേദിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര കഥ, ജനനം മുതൽ വിശ്വരൂപ ദർശനം വരെയുള്ള ഭാഗങ്ങൾ അണിയിച്ചൊരുക്കുന്ന ഒരു നൃത്ത സംഗീത നാടകം വേദിയിൽ രംഗത്തെത്തിക്കുകയാണ്. ഈ ദൃശ്യവിരുന്ന് ഡൽഹി മലയാളികൾക്ക് പുത്തൻ അനുഭവമായിരിക്കും. 3 വയസ്സ് മുതൽ 69-70 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഡൽഹി NCR ബാലഗോകുലമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ കൃഷ്ണലീലകൾ കാണിക്കുന്നതിന് ഉപരിയായിട്ട് അതിന്റെ പിന്നാമ്പുറത്തുള്ള കഥകളും കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. 2.5-3 മണിക്കൂർ നേരം ദൈർഘ്യമുള്ള ഒരു ഡിജിറ്റൽ ഡാൻസ് ഡ്രാമയാണ് ബാലഗോകുലത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നത്. 5000-ലധികം പേർ അണിനിരക്കുന്ന ഈ മഹാസംഗമം പ്രവാസി മലയാളി സമൂഹത്തിന് തങ്ങളുടെ വേരുകളിലേക്കുള്ള തിരിച്ചുപോകാകുമെന്ന് ഉറപ്പാണ്. ജനം, ഡൽഹി.